ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നത്? ലണ്ടൻ. അപ്പം ഇന്ന് നമുക്ക് ലണ്ടനിലെ ഫുള്ള് കാഴ്ചകൾ കാണാം. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ, ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഇവളും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ലണ്ടൻ കാണുന്നത്. ഇപ്പം കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഫുള്ള് തിരക്ക്, ഭയങ്കര ബിസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒരു ഹറിബറി രീതിയിൽ. അതെ. അപ്പം ഞങ്ങളിപ്പോൾ ലണ്ടൻ വന്നപ്പോൾ ഞങ്ങളുടെ കസിൻ ഇവിടെ ക്രൗഡിലാണ്. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരവിടെ ഫ്ലാറ്റിലാണ്. അപ്പം ഇനി ലണ്ടനിലെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളും, ഞാൻ പറഞ്ഞാൽ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇത് പാഡിംഗ്ടൺ സ്ട്രീറ്റിലേക്കാണ്. അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് കോവന്റ് ഗാർഡന് പിന്നെ റീജൻ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നമുക്ക് കോവന്റ് ഗാർഡൻ അല്ലെ റീജൻ സ്ട്രീറ്റ്, ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് പോയി കഴിഞ്ഞാൽ കാർ പാർക്ക് ചെയ്യാൻ ഒട്ടും സ്പേസ് കാണത്തില്ല. ബിക്കോസ് അവിടെ നല്ല റഷാണ്. പിന്നെ നല്ല പാർക്കിംഗ് ചാർജും അവിടെ നല്ല എമൗണ്ട് ആയിരിക്കും. അപ്പൊ എപ്പോഴും നല്ലത് ഇച്ചിരി മാറി കാർ പാർക്ക് ചെയ്യുന്നതായിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്തെങ്കിലും ചൂസ് ചെയ്താൽ മതി അങ്ങോട്ടേക്ക് പോകാൻ. റൈറ്റ്സിലെ അലയല്ല, ബഹളവും കാര്യങ്ങളും. റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ നല്ലതായിരിക്കും. കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലൈറ്റ്സ് കിട്ടില്ല. നമ്മളിവിടെ കാർ വർക്ക് ചെയ്തു ബിക്കോസ് നല്ല ബ്ലോക്കായിരുന്നു. അപ്പം അവിടെ ലൈക്ക് ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് സ്ട്രീറ്റ് നോക്കിയപ്പോൾ ലൈക്ക് 1.6 മൈൽസ് എന്തേ ഉള്ളൂ. പക്ഷേ 15 മിനിറ്റ്സ് സംതിങ് കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് നടക്കാമെന്ന് ഓർത്തു ആ സ്ട്രീറ്റിലേക്ക്. അവിടുന്ന് നടന്നു പോകാൻ അടുത്ത് തന്നെയാണ്. നമ്മൾ വേഗം തന്നെ പാഡിംഗ്ടൺ സ്റ്റേഷൻ എത്തി. ഇപ്പം നമ്മൾ കാർ പാർക്ക് ചെയ്തിടത്തുനിന്ന് ഒത്തിരി അടുത്തായിരുന്നു. ഒത്തിരി അടുത്ത് ഒരു 5 മിനിറ്റ് വോക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് നമ്മൾ ബൈ കാറ് ഇങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ലൈക്ക് 19 മിനിറ്റ്സ് കാണിച്ചത്. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു റോഡ്. സുഖമാണ് ഇവിടുന്ന്. ജസ്റ്റ് എപ്പോഴും ലണ്ടൻ വരുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ കാറിലൊക്കെ പോവുകയാണെങ്കിൽ ഫുള്ള് ബ്ലോക്കായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കയറിയാൽ മതി, വേറെ പ്രശ്നമില്ല. ഇവിടുന്ന് കയറി നമ്മൾ ഓക്സ്ഫോർഡ് സർക്കിളിൽ പോയി ഇറങ്ങും. അവിടുന്ന് പിന്നെ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് എല്ലാം. അടുത്ത സ്റ്റോപ്പ്. The train on the platform is your eastbound service to Via Kennedy. കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? അനച്ചിന് പേടിയാവുന്നു ഈ ആൾക്കാരെല്ലാം കൂടി കണ്ടിട്ട്. നമ്മൾ കാണാൻ വന്ന മാലാഖമാർ. ഇതാണ് മറ്റ ലൈറ്റ്സ്. നമ്മൾ ഫസ്റ്റ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലാണ്.
വീഡിയോസിലൊക്കെ കാണുന്ന ആ ലൈറ്റ്. നമ്മൾ ചെന്നപ്പോൾ നല്ല ക്രൗഡഡ് ആയിരുന്നു. അതും ഒരു ഈവനിങ് 4 o'clock സംതിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. ലൈറ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈവനിങ് ടൈമിൽ വന്നാലല്ലേ ഭംഗിയുള്ളൂ. അപ്പം ഫോട്ടോ എടുക്കാനാണെങ്കിലും നല്ല തിരക്ക്. അത് മാത്രമല്ല ഓൾറെഡി റോഡിൽ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഈ റോഡിൻ്റെ അകത്ത് തന്നെ ആൾക്കാർ നിൽക്കുന്നു. വണ്ടി അതിൻ്റെ ഇടയ്ക്കൂടെ കുത്തിക്കയറ്റി എല്ലാം കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നല്ല ഭംഗിയായിരുന്നു. ഇത് രണ്ടും ഓപ്പോസിറ്റ് സ്ട്രീറ്റാണ്, റീജൻറ്റും ഓക്സ്ഫോർഡും. അപ്പം റീജൻറ്റ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് മാറിക്കഴിഞ്ഞാൽ അടുത്ത ലൈറ്റ് കാണാം. അങ്ങനെ എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഇപ്പം നമ്മൾ റീജൻറ്റ് സ്ട്രീറ്റും ഓക്സ്ഫോർഡ് സ്ട്രീറ്റും ആണ് കണ്ടത്. ഈ കാണുന്നതാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. മറ്റേ ആ ഏഞ്ചൽസ് വരുന്നത് റീജൻറ്റ് സ്ട്രീറ്റുമാണ്. ഇനി നമ്മൾ ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇവിടുത്തെ മെക്ഡി ഉണ്ട്, അവിടുന്ന് ഫുഡ് കഴിക്കാൻ കയറും. ആക്ച്വലി ഇപ്പോൾ 5:30 എന്തോ ടൈം ആയിട്ടുള്ളൂ, പക്ഷേ ഭയങ്കര തിരക്ക്, നല്ല ഇരുട്ടുമായിരുന്നു. റീജൻറ്റ് സ്ട്രീറ്റിലെ ലൈറ്റ്സ് കണ്ടിട്ട് നമ്മൾ കാർണബി യൂണിവേഴ്സിലേക്കാണ് പോയത്. റീജൻറ്റ് സ്ട്രീറ്റിൽ ഒരു 10 minutes വാക്കേ ഉള്ളൂ കാർണബി യൂണിവേഴ്സിലേക്ക്. ആ പേര് പോലെ തന്നെ അവിടെ നമുക്ക് പ്ലാനറ്റ്സ് ലൈക്ക് മൂണ അങ്ങനത്തെ പ്ലാനറ്റ്സിൽ ലൈറ്റ്സാണ് കാണാൻ പറ്റുന്നത്. രസമായിരുന്നു. ബട്ട് നല്ല തിരക്കായിരുന്നു. വീഡിയോയിൽ കാണാം, നല്ല തിരക്കായിരുന്നു. പ്രത്യേകിച്ച് വൈകുന്നേരം കൂടെ ആയിരുന്നുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ബട്ട് അത് വീക്ക് ഡേയും കൂടെ ആയിരുന്നു, തേഴ്സ്ഡേ എന്തോ ആയിരുന്നു. പക്ഷേ നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് എവർ ആഫ്റ്റർ ഗാർഡനിലേക്കാണ്. എവർ ആഫ്റ്റർ ഗാർഡൻ നമ്മൾ റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആർട്ടിഫിഷ്യൽ റോസസിൽ ഒരു ഗാർഡൻ പോലെ ഫുള്ള് ലൈറ്റ് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയായിരുന്നു. ഈ റോസ് നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും. ഇത് ശരിക്കും ഒരു അതിലൂടെ നമുക്ക് ഒരു ഡൊണേഷൻ ചെയ്യുന്ന പോലെയാണ്. ലൈക്ക് ക്യാൻസർ പേഷ്യൻസിന് അങ്ങനെ അവർ ഡൊണേറ്റാണ് അത് ചെയ്യുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഇത് നമ്മുടെ ഈസ്റ്റ് ഹാമിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. പക്ഷേ ആ ഫുഡെല്ലാം നല്ല തണുത്ത് ഇരിക്കുമായിരുന്നു. ജസ്റ്റ് അവർ ചൂടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി അവർക്ക് ചൂടാക്കാമായിരുന്നു, അത്ര തണുപ്പുണ്ടായിരുന്നു. ലിറ്ററലി നമ്മൾ ആ ഫുഡ് കുറച്ച് വേസ്റ്റാക്കി മാക്സിമം കഴിക്കാൻ നോക്കി. പക്ഷേ അതൊട്ടും കൊള്ളില്ലായിരുന്നു. പക്ഷേ മാക്സിമം അത് കഴിക്കാൻ നോക്കി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വൃത്തികെട്ട മസാല ദോശയാണ് ഇന്ന് കഴിച്ചത്. ആരും കഴിച്ചില്ല. പിന്നെ പൈസ കൊടുത്തതാണല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് കഴിച്ചു. ഞാൻ കഴിച്ചു. സാഡ് ഫേസ്. മര്യാദയ്ക്ക് അതിൻ്റെ അപ്പുറത്ത് അടയാർ ആനന്ദ ഭവൻ ഉണ്ടായിരുന്നു, കയറിയില്ല. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ബൈ. Stelling from Goody Foodie Travel.